Okay, so കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ഡാറ്റാബേസിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഡിസൈൻ നമ്മൾ ഡിസൈനിന്റെ റിലേറ്റഡ് ആയിട്ട് എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ലിങ്ക് ബിറ്റ്വീൻ ഈവൻ ആക്സസ് ലിങ്ക് ബിറ്റ്വീൻ ദ CAD ആൻഡ് CAM, റൈറ്റ്? അപ്പോൾ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് CAM-ൽ യൂസ് ചെയ്യാം, പ്രോഗ്രാമിംഗ് ചെയ്യാം, ആൻഡ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ട് ഫോർ ഫൈനൽ പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ ഇറ്റ് ആക്ച്വലി ഓട്ടോമേറ്റ്സ് the whole process of design and manufacturing, right? Now, next we'll be seeing what are the graphic standards. Okay, so graphic standards like എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ള ഒരു വാക്കിനെ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുക? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും സ്റ്റാൻഡർഡൈസേഷൻ? സ്റ്റാൻഡർഡൈസിങ് എന്തിനെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക എന്ന് പറയുന്നതിനെ കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാത്തിനും ഒരു ഓർഡർ ആക്കുക. എല്ലാത്തിനും ഒരു ഓർഡർ ആക്കുക. ഓക്കെ, അതെ. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ഒരു ഓർഡർ ആക്കുക. യൂണിഫോമിറ്റി. കേട്ടില്ല. യൂണിഫോമിറ്റി കിട്ടാൻ. യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണോ? ലോകത്തിൽ എവിടെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും, ആർക്കുവാണെങ്കിൽ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. യെസ്, ഗുഡ് അല്ലേ? നമുക്ക് പെട്ടെന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. പറയാം, അതിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയി പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് കോമ്പണൻസ് വരും. ഫോർ എക്സാമ്പിൾ ബാരിങ്സ്, അതുപോലെ മെക്കാനിക്കൽ കോമ്പണൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബാരിങ്സ്, അതുപോലെ നെറ്റ്, ബോൾട്ട് ഒക്കെ സാധനങ്ങളൊക്കെ നമുക്കിപ്പം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ടോയ് വാങ്ങി, ആ ടോയിലെ ഒരു നട്ടോ ബോൾട്ടോ ഫെയിലിയർ സംഭവിച്ചു, എനിക്കത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ കാണാതായിപ്പോയി നട്ടോ ബോൾട്ടോ. എനിക്ക് എന്ത് ചെയ്യാം? അടുത്ത കടയിൽ പോയിട്ട് അതിന്റെ സൈസ് നോക്കിയിട്ട് അങ്ങ് പറയുമ്പോൾ അത് അവിടെ അവൈലബിൾ ആണ്, എനിക്ക് അവിടുന്ന് സാധനങ്ങൾ കിട്ടും. ശരിയല്ലേ? അത് എന്തുകൊണ്ടാണ് കിട്ടുന്നത് ചോദിച്ചാൽ ദർ ഇസ് എ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ബോൾട്ട്. ഫോർ എക്സാമ്പിൾ ബോൾട്ടിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബോൾട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ ദർ ആർ സർട്ടൻ സ്റ്റാൻഡേർഡ്സ്. ഫോർ എക്സാമ്പിൾ ബേസ്ഡ് ഓൺ ദ ഡയമീറ്റർ നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് 10 mm, 12 mm, 15 mm, 17 mm, ഇറ്റ് ഫോളോസ് സർട്ടൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിലുള്ള ബോൾട്ടുകളായിരിക്കും അവൈലബിൾ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ഇത് തന്നെയൊന്നുമില്ല. സോ ഇത്രയും വെറൈറ്റി ഓഫ് ബോൾട്ട് ആണ് അവൈലബിൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു 13 എന്ന് പറഞ്ഞൊരു ബോൾട്ട് സൈസ് അവൈലബിൾ അല്ല. ഓക്കെ, സോ 13 എന്നുള്ള ആപ്ലിക്കേഷൻ വരുന്ന സ്ഥലത്തല്ല, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ആപ്ലിക്കേഷൻ വരുന്ന സ്ഥലത്ത് എന്തെടുക്കും? നമ്മൾ 15 എടുക്കും. ചെയ്യാം, അതേപോലെ പിന്നെ ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെ? ഇപ്പോൾ ആ ബോൾട്ട് അല്ലെങ്കിൽ ബാരിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പറയാം. അല്ലാതെ ഒരു പർട്ടിക്കുലർ കോമ്പണന്റ്, ഒരു പർട്ടിക്കുലർ കറക്റ്റ് ടൈപ്പ് ഓഫ് ബാരിങ് ആണെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ എനിക്ക് അതേ സാധനം തന്നെ വേണം. ആ കമ്പനി തന്നെ ഇപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഒരു 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 സൈക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, അവർക്ക് നട്ടും ബോൾട്ട് അടക്കം അവർ തന്നെ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും, റൈറ്റ്? അവര് തോന്നുന്ന പോലെയാണ് അതിന്റെ ഡയമെൻഷൻസ് എടുക്കുന്നതെങ്കിൽ. അല്ലാത്ത വർഷം എന്ത് ചെയ്യാം? നമുക്ക് നട്ടും ബോൾട്ടും എല്ലാം പ്രൊക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം, ആൻഡ് യു ക്യാൻ അസംബിൾ ആൻഡ് മേക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. അതിന്റെ മെയിൻ പോർഷൻസ് മാത്രം ആ കമ്പനിക്ക് ചെയ്താൽ മതി, ബാക്കി പോർഷൻസ് ഒക്കെ അത് വാങ്ങി വെക്കാം. സോ ദാറ്റ് മീൻസ് ത്രൂ സ്റ്റാൻഡർഡൈസേഷൻ ഇറ്റ് വിൽ ഗിവ് യു ആൻ ഇന്റർചേഞ്ചബിലിറ്റി, അതുപോലെ അതുപോലെ റീപ്ലേസബിലിറ്റി, ഇതൊക്കെ വരും, റൈറ്റ്? നൗ ഇതേ സ്റ്റാൻഡേർഡൈസേഷനെ തന്നെ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഇത്തരം സ്റ്റാൻഡേർഡൈസേഷൻ തന്നെ നമ്മൾ ഗ്രാഫിക്സിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുടെ ഡിസൈനിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളെ എൻറ്റയർ ഗ്രാഫിക് സിസ്റ്റത്തിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ എന്ത് പ്ലോട്ട് ചെയ്യുന്നതായാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ, ഒരു നക്കിൾ ജോയിന്റിന്റെ ഡിസൈൻ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കാം. നക്കിൾ ജോയിന്റ്, ഓക്കെ, നക്കിൾ ജോയിന്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഡാറ്റ ഓഫ് ദിസ് വൺ വിൽ ഗോ ടു ദ ഡാറ്റാബേസ്, അല്ലെ? ഇതിന്റെ എല്ലാ ഡാറ്റാസും ഇതിൽ എത്ര ലൈൻസ് ഉണ്ട്, എത്ര കേർവ്സ് ഉണ്ട്, അതിന്റെ സർഫസിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും അത് ഡാറ്റാബേസിലേക്ക് പോകും. ഓക്കെ, നൗ ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ആദ്യ കാലങ്ങളിൽ, ഓക്കെ, നമുക്ക് പണ്ട് തൊട്ട് മുന്നിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളെ ഡാറ്റാബേസ് എന്ന് പറയുന്നത്, ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡിവൈസ് ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഓക്കെ, ഡിവൈസ് ഡിപ്പെൻഡന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ അതിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഹാർഡ്വെയറിൽ സ്റ്റോർ ചെയ്യപ്പെടും, അല്ലെ? അതിന്റെ ഒരു ഹാർഡ്വെയറിൽ സ്റ്റോർ ചെയ്യപ്പെടും.
ആൻഡ് അത് ആ ഒരു ഡിവൈസിൽ മാത്രമേ എനിക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ആദ്യ കാലങ്ങളിൽ. ഓക്കെ, സോ അപ്പോൾ എന്ന് വെച്ചാൽ knuckle joint entire database details, for example lines, number of curves, all those details will be stored in the database, and this database is going to be, this database base is actually എന്താണ്, it is device dependent ആണ്. ഡിവൈസ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ I cannot transfer the details to മാനുഫാക്ചറിങ് ഏരിയ, അല്ലെങ്കിൽ എനിക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് പോലും അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. കാരണം ആ ഒരു സിസ്റ്റത്തിൽ മാത്രമേ എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റൂ. ഇതെല്ലാം പറ്റുന്നത് ആ ഒറ്റ സിസ്റ്റത്തിൽ മാത്രമായിരിക്കും. കാരണം അതിന് വേറൊരു സിസ്റ്റത്തിലേക്ക് എനിക്ക് മാറ്റാൻ കഴിയും. അതേപോലെ വേറെയും ഒരുപാട് സർട്ടനിറ്റീസ് വരും. കാരണം ഇതൊക്കെ കംപ്ലീറ്റ്ലി പ്രോഗ്രാം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ സി പ്രോഗ്രാമിംഗ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് തന്നെ ഡിഫറെന്റ് ഉണ്ട്. പഴയ കാലത്തായാലും സി പ്രോഗ്രാം ഉണ്ട്, അതേപോലെ ഫോട്രാൻ ഉണ്ട്, ഫോട്രാൻ. ഇപ്പൊ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫറെന്റ് സിന്റാക്സസ് ആയിരിക്കും അല്ലെ. ഇതിന്റെ സിന്റാക്സ് ആയിരിക്കും. Now, therefore, in case even it is hardware independent ആയാലും അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വീണ്ടും there will be some problems, right? അടുത്തൊരു പിന്നെ വേറൊരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഗ്രാഫിക്സ് ഇന്റർഫേസിലേക്ക് നമ്മൾ ഇടുകയാണെങ്കിലും again that will create problems. Okay, അത് നമ്മൾ നെക്സ്റ്റ് ഒരു ഏരിയയിൽ നോക്കും. ഓക്കെ, നമുക്ക് ഇവിടെ മെയിൻലി ഇവിടെ നമ്മൾ ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് നോക്കുന്നത് ടു മേക്ക് ഇറ്റ് നമുക്ക് എല്ലാ സിസ്റ്റത്തിലും നമുക്ക് ഇപ്പൊ നിലവിലെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ വരച്ച ഡയഗ്രത്തിനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യ കാലത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ല, റൈറ്റ്? സോ ദെൻ ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം ദേ ഇൻട്രൊഡ്യൂസ് ദിസ് ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ്, ഒരുപാട് സ്റ്റാൻഡേർഡൈസേഷൻസ് കൊണ്ടുവന്നു, റൈറ്റ്? അപ്പൊ എന്താണെന്ന് നോക്കാം, എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഗ്രാഫിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിസൈനിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. Okay, standards actually grew from a low level device dependent, as I was saying, it was a device dependent collection of subroutines. Subroutines പറഞ്ഞാൽ അതിൽ നമ്മൾ ഒരുപാട് കമാൻഡ്സ് ഉണ്ടല്ലോ, right? So graphic standards grew from low level device dependent to supplied by the graphics hardware manufacturer to higher level device independent packages. Okay, appo ippolulladu whatever systems what we are seeing is device independent packages. And so you can transfer, right? You can transfer the data to from one system to another, right? Hardware dependent alla, hardware independent ആയി. ആദ്യ കാലങ്ങളിൽ ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടു വന്നു എന്നുള്ളതാണ് ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സിലൂടെ നോക്കുന്നത്. ഓക്കെ, നൗ the graphic standards allow the exchange of images and pictures and govern the interface between the user and the CAD system. Okay, so അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ഇതിലെ മോഡലിംഗ് ഡാറ്റാസ് എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി പറഞ്ഞു നമ്മളിപ്പോ ഏതൊരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാലും number of datas will be there. Okay, all these datas are stored in a database. Okay, so what are those datas? Okay, you can classify this as shape data. Okay, as shape data. So this shape data actually includes geometrical and topological information. Okay, the geometry based അതുപോലെ തന്നെ the tops and the topology based ആയിട്ടുള്ള informations ഒക്കെ shape datas ൽ വരും, right? Then there are non-shape datas. Okay, non-shape datas which includes graphical data such as shaded image, resolution of storing database numerical values and all. Okay, എന്ന് വെച്ചാൽ അതിന്റെ സർഫസ് ഡാറ്റാസും കാര്യങ്ങളൊക്കെ വരുന്നത് non-shape datasലാണ്. Again, you have design and manufacturing data. Okay, so all these data, so it is വളരെ complicated ആയിരിക്കും. ഒരു CAD diagram എന്ന് പറയുന്നത് there are number of informations rather than just simple lines and surfaces മാത്രമല്ല, it includes much more data. Okay, so all these data are stored in the database. Okay, so this has to be transferred to the another system for application purpose. Now, therefore, so all these data has to transmit. And there's a portability in down. There is a need for portability of these geometrical and all these data. Okay. Now, for that, in this different teams in the world work. പല രാജ്യങ്ങളിൽ പല ആളുകൾ ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അങ്ങനെ by late 1970s ഒരുപാട് ഗ്രാഫിക് പാക്കേജസ് വരാൻ തുടങ്ങി. ഓക്കെ, and then in 1977 there was a graphic standard planning committee of the special interest group on graphics, SIGGRAPH എന്ന് പറയും. Okay, special interest group
Okay, on graphics, SIGGRAPH, and abbreviation SIGGRAPH, Special Interest Group, SIG, on graphics, graph. Okay, SIGGRAPH of the Association of Computer Machinery, Association of Computer Machinery, ACM, introduced a standard. Okay, they introduced a standard, and that is called Core Graphics System or Core. Okay, so ആദ്യം വന്ന graphic standard ആണ് Core എന്ന് പറയുന്ന system. Okay, so this is the first. Core is your first graphic standards. Okay, the graphic standard is your core graphic system, or simply you can call it as core. Okay, now എന്തൊക്കെയാണ് ഈ കോറിന്റെ ഉള്ള advantages എന്ന് നോക്കാം. Okay, so core actually provided a standardized set of commands to control the construction and display of the graphic images and was independent of hardware and language. Okay, so this is very important. It provided standardized set of commands to control the construction and display of graphical image, and that was independent. Okay, it provided ഇത് core എന്ന് പറയുന്നത് ശരിക്കും more or less ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട. more or less ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്, based on some C language. Okay, C language യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ആണ് core എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് കമാൻഡ്സ് ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് ദാറ്റ് കമാൻഡ്സിന്റെ അണ്ടറിൽ ഇതിന്റെ കംപ്ലീറ്റ് കോഡ്സ് കാര്യങ്ങൾ വരും. ഓക്കെ, സോ this actually it was independent, so they made it in such a way that it was independent of hardware and language. Okay, C language യൂസ് ചെയ്താലും ഫോർട്രാൻ യൂസ് ചെയ്താലും എന്ത് യൂസ് ചെയ്താലും ഈ ഒരു കോർ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ എന്ത് ചെയ്യാം, നമുക്ക് ഒരു സിസ്റ്റത്തിൽ ഡിവൈസ് ഇൻഡിപെൻഡന്റ് ആവും, നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്തൊരു സിസ്റ്റത്തിലേക്ക് ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. Okay, so initially it was provided for line drawing for 2-dimensional. Okay, line drawings ആണ് നമ്മൾ പിന്നെ എന്താണ് വയർഫ്രെയിം മോഡലിംഗ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2-dimensional 3-dimensions ഒക്കെ ലൈൻ ഡ്രോയിങ്സിന്റെ കേസിലാണ് ഇത് ഇനീഷ്യലി കൊണ്ടുവന്നത്. ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് ഇൻ ലേറ്റർ വേർഷൻസിൽ raster cam operations such as area filling operations ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, സോ ബേസിക്കലി എന്താണ് ഒരു വളരെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്തൊരു സിസ്റ്റത്തിലേക്ക് CAD ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഇതിന്റെ ഒരു ഡയഗ്രത്തിന്റെ എൻറ്റയർ ഡാറ്റാസ് അതിന്റെ ഡാറ്റാബേസിൽ പോകും, ആ ഡാറ്റാബേസ് ആ ഹാർഡ്വെയറിലേക്കാണ്, അതിന്റെ ഹാർഡ്വെയറിലേക്ക് പോകും. ആ ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് ആയിരുന്നു, എല്ലാ വാല്യൂസും ഹാർഡ്വെയറിലാണ് ഉണ്ടാവുക. റൈറ്റ്, സോ ഇതിനെ നമ്മൾ വരച്ചൊരു ഡയഗ്രത്തിനെ അടുത്തൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കംപ്ലീറ്റ് ഹാർഡ്വെയർ അടക്കം വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്താലേ നടക്കുള്ളൂ. റൈറ്റ്, അല്ലാതെ ആ വരച്ച ഇമേജ് ആൻഡ് ഡീറ്റെയിൽസിന് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നത്. അങ്ങനെ ആദ്യ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് ആണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗ്രാഫിക് സ്റ്റാൻഡേർഡ് ആണ് കോർ. ഓക്കെ, അതൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഫോർ ഗ്രാഫിക്സ് ടീം, ടീം വർക്ക് ദേ ഡെവലപ്ഡ് ദിസ് വൺ കോർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ കേസിൽ ദേ ഡെവലപ്ഡ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് it is independent of hardware. ഏത് ഹാർഡ്വെയറിലായാലും എന്ന് വെച്ചാൽ നമുക്ക് ഏത് സിസ്റ്റത്തിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലാംഗ്വേജ്. ഓക്കെ, സി ലാംഗ്വേജ് ആയാലും ഫോർട്രാൻ ആയാലും ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തുണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആയാലും ആ സോഫ്റ്റ്വെയറിലേക്കൊക്കെ അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ കോർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ റൈറ്റ്. നൗ ഇനീഷ്യലി അത് ചെയ്ത സമയത്ത് ബേസിക്കലി ലൈൻ ഡ്രോയിങ്സിന് മാത്രമായിരുന്നു അത് അപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഓൺ ഫർദർ അപ്ഡേഷൻസ് എന്ത് സംഭവിച്ചു വെച്ചാൽ അതിലെ സർഫസ് ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്തു, ഏരിയ ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ആദ്യകാലത്തെ. പക്ഷെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടിരിക്കുന്നത് SIGGRAPH കോർ അല്ല, കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളത് ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റമാണ്, GKS എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. ഓക്കെ,
പക്ഷെ ഇതല്ല ഫസ്റ്റ് സിസ്റ്റം. ചില ടെക്സ്റ്റ് ബുക്സിൽ പറയുന്നത് വൺ ഓഫ് ദ ഫസ്റ്റ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് GK സിസ്റ്റം ആണെന്നൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, അങ്ങനെയല്ല, ഫസ്റ്റ് ടൈപ്പ് കോർ ആണ്. കോറിൽ നിന്നുള്ള ഇൻപുട്ട് ബേസ് ചെയ്തിട്ടും കൂടിയാണ് ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദിസ് വാസ് സെറ്റപ്പ് ഇത് പാരലായിട്ട് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. പക്ഷെ ദിസ് വാസ് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ വാസ് ഇൻവെന്റഡ് ബൈ ഡെവലപ്ഡ് ഇൻ യൂറോപ്പ്. ഓക്കെ, യൂറോപ്പിലാണ് ആദ്യം. ഓക്കെ, so initially ഇതും 2-dimensional കേസിൽ മാത്രമായിരുന്നു. And it was completely strongly influenced by the work of Core. Core-ന്റെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇവർ ഇത്തരം ഒരു ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം കൊണ്ടുവന്നത്. ഓക്കെ, ആൻഡ് ദിസ് വാസ് മച്ച് മോർ പവർഫുൾ. ആൻഡ് ലേറ്റർ ഇനീഷ്യലി 2-dimensional കൊണ്ടുവന്നെങ്കിലും ലേറ്റർ ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു 3-dimensional ത്രൂ GK3D ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം. 3D എന്ന് പറഞ്ഞ സ്പെഷ്യൽ സെഗ്മെന്റ് കൊണ്ടുവന്നിട്ട് അതിന് 3-dimensional സിസ്റ്റത്തിലേക്ക് കൂടെ അങ്ങനെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്തത്, അപ്ഗ്രേഡ് ചെയ്യാണ് ചെയ്തത്. ഇതിന്റെ കേസിലും സർട്ടൻ ഡൈനാമിക് ആയിട്ടുള്ള കേസുകളൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡൈനാമിക് ഗ്രാഫിക്സ് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആൻഡ് അതുപോലെ ലാർജ് ഗ്രാഫിക് അപ്ലിക്കേഷൻസ് വരുന്ന കേസസ് ഒന്നും ഇതിൽ ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ അപ്പൊ ഈ ഡൈനാമിക്കൽ ആയിട്ടുള്ള ഗ്രാഫിക്സ് റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് ഒരു സിസ്റ്റം അത്ര ബെറ്റർ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വീണ്ടും റിസർച്ച് നടക്കും. അതിനൊന്നുകൂടെ ബെറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് നടക്കും. അങ്ങനെ റിസർച്ച് നടന്നു. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ വേരിയേഷൻസ് വെച്ച് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ആൻഡ് ദാറ്റ് സിസ്റ്റം ഇസ് കോൾഡ് പ്രോഗ്രാമേഴ്സ് ഹൈറാർക്കിയൽ ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സ് സിസ്റ്റം. ഓക്കെ, പ്രോഗ്രാമേഴ്സ് ഹൈറാർക്കിയൽ ഇന്ററാക്റ്റീവ് graphics system for FIX. Okay, PHIGS is the system. Okay, so if FIX actually evolved from Core and GKS. Okay, ഈ രണ്ട് ബേസിക് ഫണ്ടമെന്റൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പഠിച്ച് അത് ബേസ് ചെയ്താണ് ഈ ഒരു പുതിയ സിസ്റ്റം ഫോം ചെയ്തത്. അതിന്റെ നെഗറ്റീവ്സ് ഒക്കെ മറികടക്കുന്ന രീതിയിലായിരുന്നു പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇതിന്റെ കേസിലെ സമാനത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇൻപുട്ട് ഡിവൈസും അതുപോലെ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഒക്കെ GK സിസ്റ്റം പോലെ തന്നെയാണ്. ഓക്കെ, it actually offers extended set of primitive graphical elements. So എന്തൊക്കെയാണ് primitive graphical elements എന്ന് ഞാൻ പറയാം. നമ്മൾ GK സിസ്റ്റത്തിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ അതിന്റെ കാര്യങ്ങളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഇതിന്റെ കേസിൽ പ്രോഗ്രാമേഴ്സ് ഹൈറാർക്കിയൽ ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഫിക്സിന്റെ കേസിൽ സോ ബേസിക് GK സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന primitive graphical elements കൂടാതെ they actually introduced new features like hidden lines. Okay, നമുക്ക് ഓട്ടോകാഡിലുള്ള ഓപ്ഷൻ കാണാം, ഹിഡൻ ലൈൻസ്, അതുപോലെ ഹിഡൻ സർഫസ് മാനിപ്പുലേഷൻസ് ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അഡീഷണൽ ഫീച്ചർ. ഓക്കെ, കാരണം നമുക്കറിയാം വയർ ഫ്രെയിം മോഡലാണെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിന്റെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് ദ യൂസ് ഓഫ് ഹിഡൻ ലൈൻസ് ആൻഡ് സർഫസ്. ഓക്കെ, സോ ഓൾ ദോസ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഫിക്സ് സിസ്റ്റം, PHIGS system. Okay. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? ക്ലിയർ അല്ലേ? എന്റെ കൂടെ ഉണ്ടോ? സ്ഥിരമായി പോകുന്നുണ്ടോ? സ്ഥിരമായി പോകുന്നുണ്ടോ? ക്ലിയർ അല്ലേ? എന്റെ കൂട്ടമില്ലേ? ശ്രീനാഥ് എന്തോ പറഞ്ഞു, ശ്രീനാഥ് അജയ് എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ക്ലിയർ ആണ്. ഓക്കെ അല്ലേ അജയ്? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പറയണേ. ഓക്കെ, സ്പീഡ് ആവുന്നില്ലല്ലേ? Okay, so this is all about the fixed system. Now, so ഈ ഒരു സിസ്റ്റംസ് ഒക്കെ ഇപ്പൊ കോർ ആയാലും GKS ആയാലും ഫിക്സ് ആയാലും ഇതെല്ലാം ഈ സിസ്റ്റംസ് ഒക്കെ ബേസിക്കലി ഇറ്റ് വാസ് കൺസേൺഡ് വിത്ത് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് ആണ്. റൈറ്റ്, ഇറ്റ് വാസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് ദ മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ്. ഓക്കെ, ആൻഡ് പ്ലോട്ടിങ്. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് ഇതേപോലെ ഈ വരക്കുന്ന ഇമേജസിനെ സ്റ്റോർ ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ വേണം. റൈറ്റ്, അപ്പോൾ അതിലേക്കും ഫർദർ set of graphical standards were introduced, okay, which was concerned with images. Okay, images the story and അതിനെ വീണ്ടും യൂസ് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ രണ്ടാമത് ഇമേജ് സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇമേജ് സ്റ്റോറിങ് stored as bitmaps. Okay,
Bitmaps എന്ന് പറയുന്നത് it's actually an ordered collection of pixels. Number of pixelsനെ ഒരു ordered collection ആണ് നമ്മൾ bitmaps എന്ന് പറയാം. അതുപോലെ so you require some graphical standards, a set of graphical standards for images. Okay, images ne veendum retrieve cheyanഒക്കെ വേണ്ടിയിട്ട് you need a graphical standard. Similarly, you also need a graphical standard for stored images. Okay, as bitmaps. Okay, so similarly, so for that also എന്താണ് different types of standards were introduced. അല്ലെ for images introduce ചെയ്ത ഒരു standard ആണ് CGI എന്ന് പറയുന്നത്, which is computer graphics interface. Okay, similarly image storage ന് വേണ്ടി introduce ചെയ്ത ഒരു സാധനമാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ടൈപ്പ് ഫോർമാറ്റ് ആണ് GIF എന്ന് പറയുന്നത് അല്ലെ. പലരും മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന GIF ഫോർമാറ്റ്. ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്സ് GIF. TIFF. Okay, tag image file format is TIFF. Okay, so ഇത്തരം ഫോർമാറ്റ്സ് ഒക്കെ പിന്നീട് introduce ചെയ്യപ്പെട്ടു. Right. So these are all the different graphic standards. നമുക്കിനി ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റത്തിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റത്തിൽ വരുന്നത്, അതുപോലെ എന്താണ് പ്രിമിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ്സ് എങ്ങനെയാണ് വരാൻ കാര്യങ്ങളൊക്കെ നോക്കാം. യൂസിംഗ് ദ GK സിസ്റ്റം ഓർ ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം. ഓക്കെ, റൈറ്റ്. സോ ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം എന്ന് പറയുന്നത് essentially a form of computer language. Okay, so ഞാൻ പറഞ്ഞു നമ്മൾ ബേസിക്കലി ഇതെല്ലാം ഈ പറയുന്ന ഡിഫറെന്റ് കോർ എന്ന് പറഞ്ഞ സിസ്റ്റം ആയാലും GKS എന്ന് പറഞ്ഞ സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ഫിക്സ് എന്ന് പറഞ്ഞ സിസ്റ്റം ആയാലും ഇതൊക്കെ ബേസിക്കലി ഇറ്റ്സ് എ ഫോം ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഓക്കെ, വിച്ച് ഇസ് ഡെവലപ്ഡ് യൂസിങ് സം കോർ വെരി ഫണ്ടമെന്റൽ ലാംഗ്വേജ് ലൈക്ക് C അല്ലെങ്കിൽ ഫോർട്രാൻ പോലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് തന്നെയാണ്. ഓക്കെ, റൈറ്റ്. നൗ so here the graphical part may be designed as a series of GKS commands. Okay, so നമ്മളിപ്പോ C ലാംഗ്വേജ് എടുത്ത് നോക്കിയാൽ നമ്മളിപ്പോ ഒരു C ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇന്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതൊരു പ്രോഗ്രാം ബേസ്ഡ് ആണ് അല്ലെ. നമ്മളിപ്പോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പൈലർ വരും, അതൊരു കോഡിംഗ് ഏരിയ വരും അല്ലെ, കോഡിംഗ് സ്പേസ് ഉണ്ട്, #iostream.h എന്നുള്ള പറഞ്ഞാൽ നമ്മൾ വിൽ കോഡ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഓരോ പോർഷനും ഓൾ അബൌട്ട് കോഡിംഗ്. ഓക്കെ, നൗ സിസ്റ്റത്തിന്റെ കേസിൽ ഇതിന് നമുക്ക് യു ഹാവ് എ സർട്ടൻ GKS കമാൻഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമാൻഡിനെ കോൾ ചെയ്യുമ്പോൾ ഇതിന്റെ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ യു ഹാവ് കമാൻഡ് കോൾഡ് പോളിലൈൻ. പോളിലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓട്ടോകാഡിലൊക്കെ ഉണ്ട് പോളിലൈൻ എന്ന് പറഞ്ഞ കമാൻഡ്. ഓക്കെ, if I call this polyline command, okay, polyline command ഞാൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് ഈ ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ നടക്കും. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ അതില് പിന്നെ ലൈൻസിനെ കോൾ ചെയ്യണം. റൈറ്റ്, ലൈൻസിന്റെ പോയിന്റ്സ് ഞാൻ 2 പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് പോയിന്റ് ഇടയിൽ ലൈൻസ് പ്ലോട്ട് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഓക്കെ, സോ എഫക്റ്റീവ്ലി നമുക്ക് ആസ് എ യൂസർ കാണാൻ പറ്റുന്നത് എന്താണ്, ഈ ഒരു കമാൻഡ് മാത്രമാണ്, പോളിലൈൻ എന്ന് പറഞ്ഞ കമാൻഡാണ്. അല്ലാതെ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കോഡുകൾ നമുക്ക് ആവശ്യമില്ല. വി ആർ ആക്ച്വലി ഗോയിങ് ഫോർ ദ പോളിലൈൻ കമാൻഡ്. വെൻ യു സെലക്ട് ദിസ് പോളിലൈൻ കമാൻഡ്, അതിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ മറ്റു ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ കമാൻഡ് തന്നെ കോൾ ഫോർ ചെയ്തോളൂ. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലാംഗ്വേജ്. അപ്പൊ ഈ കംപ്ലീറ്റ് എഴുതിയിരിക്കുന്നത് C ലാംഗ്വേജിലായാലും അല്ലെങ്കിൽ ഫോർട്രാനിലായാലും ഏതിലായാലും ഈ പോളിലൈനുള്ള കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ ഫംഗ്ഷൻ. ഓക്കെ, സോ അത്തരത്തിലാണ് ഇതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നൗ so here, so അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഗ്രാഫിക്കൽ പാർട്ട് മേ ബി ഡിസൈൻഡ് ആസ് എ സീരീസ് ഓഫ് GKS commands which are then implemented as procedure, functions or subroutines within the language to which GKS is bound. Okay, ഏത് ലാംഗ്വേജ് ആണോ ഇതിന് ബൗണ്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫംഗ്ഷൻസിനൊക്കെ കോൾ ഫോർ ചെയ്താണ്. ഓക്കെ, when you select a particular command in GKS system. ഓക്കെ, നമുക്ക് ക്ലിയർ ആക്കി തരാം ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ക്ലിയർ ആക്കാം. ഓക്കെ, സോ ഇവിടെ ഓൺലി GKS നെയിംസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യം തന്നെ ഇല്ല. അതെ, നമ്മളിപ്പം ഓട്ടോകാഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ലൈൻ എന്നൊക്കെ പറഞ്ഞ കമാൻഡ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലൈൻ എനിക്ക് പിന്നെ അതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. അപ്പൊ ഓൾറെഡി ആ പ്രോഗ്രാംസ് റിട്ടേൺ പ്രോഗ്രാംസ് ആണ്. പക്ഷെ നേരെ മറിച്ച് ഞാൻ C പ്രോഗ്രാമിലാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എഴുതണം ലെറ്റ് മൈ ഫസ്റ്റ്
ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഓക്കെ, എക്സ് വൈ ബി ദിസ് ടു ആൻഡ് ബാക്കി ലൈൻസ് പ്ലോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് കോഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷെ ജി കെ സിസ്റ്റം വരുമ്പോൾ ഓൺലി ജി കെ എസ് എന്താണോ നെയിം യു കൻ ഡയറക്ട്ലി go for the name and it will float whatever it is, right? So as an example we'll see, so GKS system is based on number of elements. Okay, so these elements are called primitives. Okay, different fundamental elements based on these are called primitives. Okay, now എന്തൊക്കെയാണ് different examples for primitives എന്ന് നോക്കാം. Okay, so one of the example is polyline. Okay, polyline is a command. Now polyline command is actually used to draw multi-element line. Okay, number of lines. നമുക്ക് polyline ഓട്ടോകാഡിലെ പരിചയമാണ് അല്ലെ. നമ്പർ ഓഫ് ഇതേപോലെ കണക്റ്റഡ് ലൈൻസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളി ലൈനിലുള്ള കമാൻഡ് എടുക്കുന്നത്. ഓക്കെ, സോ അതിനൊരു സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: പോളി ലൈൻ in bracket n comma x comma y. Okay, where n is the number of data points. Points ആണ് number of data points. Capital X എന്ന് പറഞ്ഞാൽ array of x coordinates ആണ്. അതേപോലെ capital Y എന്ന് പറയുന്നത് array of y coordinates ആണ്. ഓക്കെ, സോ ഈ പോളിലൈൻ എൻ എക്സ് വൈ എന്ന് പറഞ്ഞ് കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഡിഫറെന്റ് എക്സ് കോർഡിനേറ്റ് വാല്യൂസ് അതേപോലെ വൈ കോർഡിനേറ്റ് വാല്യൂസും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി പ്ലോട്ട് വാട്ടെവർ ഇറ്റ് ഈസ് സീരീസ് ഓഫ് ലൈൻസ് ആയാലും അല്ലെങ്കിൽ റെക്ടാംഗിൾ ആണെങ്കിലും ട്രയാംഗിൾ ആണെങ്കിലും അത് പ്ലോട്ട് ചെയ്യും. ഓക്കെ, അത്തരത്തിലാണ് ഗ്രാഫിക്സ് കേർണൽ സിസ്റ്റം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമിലർലി ദർ ആർ അതർ പ്രിമിറ്റീവ്സ് ലൈക്ക് പോളി മാർക്കർ. ഓക്കെ, അത് പോയിന്റ്സ് വരക്കാൻ വേണ്ടിയിട്ടാണ് പോളി മാർക്കർ എന്ന് പറഞ്ഞ കമാൻഡ്. എന്റെ സിന്റാക്സ് ഇതുപോലെയാണ്: n times x into y, where n is the number of your number of data points. Okay, and x is the array of x coordinate and y is the array of y coordinate. Similarly, there is another one which is called fill area command. Okay, fill area command എന്ന് പറയുന്നത് it actually does the raster fill operation. Okay, raster fill operation എന്ന് നമ്മൾ ഓൾറെഡി raster operation എന്താണെന്ന് നോക്കി. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ അകത്ത് എനിക്ക് ഒരു ഏരിയ ഫോം ചെയ്യണമെങ്കിൽ ആൻഡ് ഐ എം കോളിംഗ് ഓക്കെ ഏരിയ എനിക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഈ ഒരു കമാൻഡ് കോൾ ഫോർ ചെയ്താൽ മതി. ഫിൽ ഏരിയ എന്ന് പറഞ്ഞ കമാൻഡ് കോൾ ഫോർ ചെയ്താൽ ഫിൽ ഏരിയ എന്ന് പറഞ്ഞ കമാൻഡ് എനിക്ക് ഞാൻ കോൾ ഫോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? റാസ്റ്റർ ക്യാം ഓപ്പറേഷൻ നമുക്കറിയാം എന്താണ്, സ്വീപ്പ് ചെയ്യും. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഇങ്ങനെ സ്വീപ്പിംഗ് നടക്കും. ഈ ഒരു പോർഷനിലെത്തുമ്പോൾ ഓൺ ആവും. യെസ്, അവിടെ ലൈൻ ഫോം ചെയ്തു. ഓക്കെ, അഗെയിൻ എന്താണ് അടുത്ത ലെയറിലെത്തുമ്പോൾ ഇതെല്ലാം ഓഫ് ആണ്. ഈ പോയിന്റ് എത്തുമ്പോൾ ഇറ്റ് വിൽ ഓൺ ആൻഡ് കംപ്ലീറ്റ്ലി ഇറ്റ് ഫിൽസ് ദ region. Okay, and it fills the region. Right. So this fill area, it's a raster fill operation, and this happens if you call this fill area command. Okay, and the syntax on the fill area n comma x comma y. Okay, where x is the array of x coordinates and y is the array for y coordinates. Similarly, I'm going to text എഴുതണമെങ്കിൽ, okay, this is the syntax which is x comma y text string. Okay, അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് അവിടെ സെലക്ട് ആവും. ദെൻ ടെക്സ്റ്റ് സ്ട്രിംഗ് എന്ന് പറയുന്നത് യു ക്യാൻ റൈറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഫോർ എക്സാമ്പിൾ ഐ ആം എന്ന് എഴുതണമെങ്കിൽ ഓക്കെ ജസ്റ്റ് ടെക്സ്റ്റ് സ്ട്രിംഗിൽ അത് കൊടുത്താൽ മതി. ദെൻ യു വിൽ ഗെറ്റ് ദ ഐ ആം വാല്യൂ റിട്ടേൺ ഓവർ ഹിയർ വിച്ച് ആർ എക്സ് വൈ പോയിന്റ്. ഫോർ എക്സാമ്പിൾ 1,1 ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ 1,1 റീജിയൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ടെക്സ്റ്റ്. ഓക്കെ, ആസ് എൻ എക്സാമ്പിൾ നമുക്ക് നോക്കാം. For a triangle, നമുക്ക് പോളിലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനീഷ്യലി ഒരു ട്രയാങ്കിൾ, ഇത്തരത്തിലുള്ള ഒരു ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ വിത്ത് ദ കോർഡിനേറ്റ്സ് 2,2 5,2 ട്രയാങ്കിൾ അല്ല, ആക്ച്വലി യുവർ ഓക്കെ ട്രയാങ്കിൾ അല്ല 2,2 5,2 3.5,5 അല്ല. ഓക്കെ 5, റാൻഡമായിട്ട് വാല്യൂ കൊടുക്കുകയാണെ കറക്റ്റ് 5,2 3. എങ്ങനെയാ വരിക അല്ലെ? ഇത്തരത്തിലൊരു ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ 2,2 5,2 ആൻഡ് 3.5 ആണെങ്കിൽ ഓക്കെ 3.5 തിരിച്ച് ഓക്കെ എക്സും വൈ എന്നെ മാറിപ്പോയി. ഓക്കെ ഒന്നും സീറ്റില്ല. Okay, so ഇത്ര ഒരു ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? So first of all give x is equal to these values 2, 5, 3.5, 2. Okay, 2 5 എത്തി 5 3.5 പിന്നെ 2.
then y value 2252. Okay, then കൊടുക്കുക പോളിലൈൻ 4 എന്ന് പറയുന്നത് 4 ഡാറ്റാ പോയിന്റ്സ് ആണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫൈനലി അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഫോർത്ത്. ഓക്കെ, 4 ഡാറ്റാ പോയിന്റ്സ് ഇൻറ്റു എക്സ് കോമ വൈ. ഓക്കെ, അറേ ഓഫ് എക്സ്, അറേ ഓഫ് വൈ. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും സിസ്റ്റം, ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം, ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ അണ്ടറിൽ നടക്കും. അതിന്റെ കോഡിങ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിൽ തന്നെ it will call for the functions and it will do all those things. Now, then finally എന്ത് സംഭവിക്കും, 2,2 2,2 5,2 എന്നുള്ള രീതിയിൽ it will form the triangle. Okay, so that is a way it works. Okay, so your kernel system, okay, your kernel system works in this fashion. That's it. That's all about your GK system. ഇത്രയാണ് നിങ്ങളുടെ ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം as far as your graphic standard is concerned. Okay. Now, ഇതൊരു ചെറിയ കമ്പാരിസൺ ആണ് CAD without graphic standards and CAD with graphic standards. Okay. So when you're introducing CAD with graphic standards, you'll come across two new components. One is a kernel system and a device driver. Okay. ഇതൊന്ന് നോട്ട് ചെയ്തോ. അങ്ങനെ കൂടെ നോട്ട് ചെയ്തോ. കൺസെപ്റ്റ് ഏതാണ്ട് ക്ലിയർ ആയി വിചാരിക്കുന്നു, ആയിട്ടില്ലേ? Yes, sir. എന്താ അക്ഷയ്?